സംസ്കാരം ഒരു മൂലധന രൂപമെന്ന സങ്കീർണമായ വിഷയത്തെ ഇവിടെ നിർദ്ധാരണം ചെയ്യാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രശസ്ത പ്രഭാഷകനുമായ പുത്തലത്ത് ദിനേശനാണ്. മനുഷ്യ സമൂഹം നേരിടുന്ന സാംസ്കാരിക വെല്ലുവിളികളെ സമൂഹത്തിന്റെ മൊത്തം പിന്തുണയോടുകൂടി നേരിടുക എന്ന സാർവത്രികമായ ആശയത്തെ മാറ്റിവെച്ച് ഉത്തരാധുനികതയുടെ ഉപോൽപ്പന്നമായ സ്വത്ത് രാഷ്ട്രീയത്തിന്റെ പ്രയോക്താക്കൾ മൂലധന വികാസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന അത്യന്തം പ്രതിലോമകരമായ കാഴ്ച നമുക്ക് കാണാം, കേൾക്കാം. EMSന്റെ ലോകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ വേണ്ടി പറ്റാത്ത ഒരു മേഖലയാണ് സംസ്കാരത്തിൻ്റെത് എന്നുള്ളത്. കാരണം കേരളത്തിൻ്റെ സംസ്കാരത്തിനെ പറ്റി പഠിച്ചു എന്ന് മാത്രമല്ല, ആ സംസ്കാരത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് സൈദ്ധാന്തികവും പ്രായോഗികവുമായ നേതൃത്വം കൊടുത്ത വ്യക്തിത്വമായിരുന്നു സഖാവ് EMSൻ്റെത് എന്ന് കാണാം. അദ്ദേഹം ജനിച്ച കാലത്തിലുണ്ടായിരുന്ന കേരളത്തെ ആധുനിക കേരളത്തിലേക്ക് നയിക്കുന്നതിന് സാംസ്കാരിക രംഗത്തെ ഇടപെടൽ ഏറ്റവും പ്രധാനമാണ് എന്ന് തിരിച്ചറിയുകയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തന്നെ ഭാഗമായി സാംസ്കാരിക പ്രവർത്തനത്തെ ഏറ്റെടുക്കുകയായിരുന്നു സഖാവ് EMS എന്ന് കാണാം. അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ EMSന് മുമ്പുണ്ടായിരുന്ന കേരളത്തിലെ സാഹിത്യത്തെയും സംസ്കാരത്തെയും ജീവിതത്തെയും എല്ലാം പരിശോധിച്ചാൽ നമുക്കാര്യം വ്യക്തമാവുന്നതാണ്. അപ്പോൾ ആധുനികമായ സാഹിത്യ രൂപങ്ങളിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നാണ് നോവലുകൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലക്ഷണമൊത്ത നോവലായിട്ട് നമ്മൾ ഇന്ദുലേഖയെ കാണാറുണ്ട് എന്നതും വസ്തുതയാണ്. ഇന്ദുലേഖയ്ക്ക് ശേഷം രാമരാജ ബഹദൂറും മാർത്താണ്ഡവർമ്മയും എല്ലാം എഴുതിയ CV രാമൻപിള്ളയുടെ നോവൽ ശേഷിയെക്കുറിച്ചും പ്രതിഭയെക്കുറിച്ചുമെല്ലാം നാം ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെയെല്ലാം ഈ നോവലുകളെല്ലാം നിങ്ങൾ പരിശോധിച്ചാൽ ആ നോവലുകളിൽ എവിടെയും ഒരു സാധാരണ മനുഷ്യരുണ്ടായിരുന്നില്ല എന്ന് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഉണ്ടായിരുന്ന ലോകത്ത് സാധാരണ മനുഷ്യരുടെ ജീവിതവും ഈ ലോകത്തെ സാധാരണ മനുഷ്യൻ്റെ സംസ്കാരവും നമ്മുടെ ചിന്തകളിലേക്ക്, ജീവിതങ്ങളിലേക്ക്, നമ്മുടെ ആലോചനകളിലേക്ക് കടന്നു വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇടപെടുകയായിരുന്നു സഖാവ് EMS എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണ് പുരോഗമനപരമായ സാഹിത്യ ചിന്തകളിലേക്കും അതിൻ്റെ പ്രയോക്താവായിട്ടും സഖാവ് EMS തന്നെ രംഗപ്രവേശനം ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും. ആ ഇടപെടലിന് ശേഷം നമ്മുടെ സംസ്കാരത്തിന്, സാഹിത്യത്തിന് വന്ന മാറ്റം എന്താണ്? ആ ഇടപെടലിൻ്റെ തുടർച്ചയിലാണ് രണ്ടിടങ്ങഴി പിറക്കുന്നത്. ആ ഇടപെടലിൻ്റെ തുടർച്ചയിലാണ് ഓടയിൽ നിന്ന് വരുന്നത്. ആ ഇടപെടലിൻ്റെ തുടർച്ചയിലാണ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടുൾപ്പെടെയുള്ള നോവലുകൾ വരുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മുടെ കേരളീയ ജീവിതത്തിൻ്റെ, അതിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഈ നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതം കൂടി ഉൾപ്പെടുന്നതാണ് എന്ന രീതിയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ചിന്തകളെ മാറ്റിയെടുത്തിട്ടുള്ള, ഇടപെടൽ നടത്തിയിട്ടുള്ള വ്യക്തിത്വമായിരുന്നു സഖാവ് EMSൻ്റെത് എന്ന് കാണാൻ വേണ്ടി പറ്റും. സിദ്ധാന്തപരമായി ഇടപെടുക മാത്രമല്ല, അതിനെ പ്രായോഗികതയുമായി കണ്ണു ചേർത്തുകൊണ്ട് നടത്തിയ ദീർഘകാല ഇടപെടലുകളുണ്ടായിരുന്നു സഖാവ് EMSന്. അത് നടത്തിയെന്ന് മാത്രമല്ല, ഓരോ കാലത്തിൻ്റെയും കാഴ്ചകൾക്കനുസരിച്ച്, സമൂഹത്തിൻ്റെ വികാസത്തിനനുസരിച്ച് ആ ഇടപെടലിൻ്റെ രീതിയിൽ വിമർശനപരമായും സ്വയം വിമർശനപരമായും ഇടപെട്ട് മുന്നോട്ട് പോയിരുന്നു സഖാവ് EMS എന്ന് കാണാൻ വേണ്ടി സാധിക്കും. വിമർശനവും സ്വയം വിമർശനവും ഏറ്റവും നല്ല രീതിയിൽ വികസിക്കുകയും അതിലൂടെ തിരുത്തലുകൾ ഏറ്റവും ശക്തമായി ഈ രാജ്യത്ത് നടത്തുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മുടെ സഖാവ് EMSൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന ഈ സെമിനാർ നടത്തുന്നത് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് സംസ്കാരം? സംസ്കാരത്തെ പണ്ട് നാം കരുതിയിരുന്നത് കലയുടെയും സാഹിത്യത്തിൻ്റെയും ലോകത്തിൽ നിന്നുകൊണ്ടായിരുന്നു. കലയെയും സാഹിത്യവുമാണ് സംസ്കാരമെന്ന് വിശേഷിപ്പിച്ചിരുന്നതെങ്കിൽ
ഇന്ന് സംസ്കാരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മനുഷ്യരുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങളുടെയും രൂപങ്ങളുടെയും എല്ലാം ആകത്തുക എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ പെരുമാറ്റം, അവൻ്റെ പ്രകടനങ്ങൾ, അവൻ്റെ ചേഷ്ടകൾ, ജീവിത രീതികൾ ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇന്ന് നമ്മൾ സംസ്കാരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് സംസ്കാരം എന്ന പരിപ്രേക്ഷ്യത്തിനകത്ത് അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടിനകത്ത് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഈ വിഷയത്തിൻ്റെ മറ്റൊരു ഭാഗമായ മൂലധനത്തിലേക്ക് കടക്കുമ്പോൾ, മൂലധനം എന്നുള്ളത് ആ സമൂഹത്തിൻ്റെ സാമ്പത്തിക അടിത്തറയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് കാണാൻ വേണ്ടി പറ്റും. ഓരോ സമൂഹത്തിനകത്തും സമ്പത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രീതി എങ്ങനെയാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിൻ്റെ മൂലധന രൂപങ്ങൾ ഉണ്ടാകുന്നത് എന്നും കൂടി നാം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. ജമ്മിത്ത കാലഘട്ടം എന്ന് പറയുന്നത് ജമ്മി കുടിയാൻ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പദ്ഘടനയാകുമ്പോൾ, മുതലാളിത്ത സമൂഹം എന്ന് പറയുന്നത് തൊഴിലാളി മുതലാളി എന്ന രീതിയിലുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന സമ്പത്ത് ഉൽപ്പാദനത്തെയുമാണ് എന്ന് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ സംസ്കാരം എന്ന് പറയുന്ന നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മൂലധനം ഉൽപ്പാദിപ്പിക്കുന്ന അഥവാ ആ സാമൂഹ്യ വ്യവസ്ഥയുമായി ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്നു, കൂടിച്ചേർന്ന് നിൽക്കുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് മൂലധനത്തിൻ്റെ രൂപങ്ങളുമായി നിന്ന് തികച്ചും വെട്ടിമാറ്റിക്കൊണ്ട് സംസ്കാരത്തെക്കുറിച്ച് കാണാൻ വേണ്ടി പറ്റില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മൂലധനത്തിൻ്റെ രീതി മാറുന്നതിനനുസരിച്ച്, സാമൂഹ്യ വ്യവസ്ഥയുടെ രീതികൾ മാറുന്നതിനനുസരിച്ച് സംസ്കാരത്തിനകത്തും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ സംസ്കാരം മൂലധന രൂപങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നു എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഉദാഹരണമായി ഫ്യൂഡൽ കാലഘട്ടം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിനകത്ത് അത്തരത്തിൽ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാലത്ത് അതിൻ്റെ സാംസ്കാരിക രൂപവും ആശയരൂപവുമായി നിലനിന്നതായിരുന്നു ജാതി വ്യവസ്ഥ എന്ന് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് മുതലാളിത്ത ഫ്യൂഡലിസം എന്ന് പറയുന്ന സാമൂഹ്യ വ്യവസ്ഥയുടെ സാംസ്കാരിക രൂപമായും ആശയരൂപമായും നിലനിൽക്കുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ജമ്മിത്വം എന്ന് പറയുന്ന അത്തരമൊരു ഉൽപാദന രീതികൾ മാറുമ്പോഴും ജാതി എന്ന് പറയുന്ന സംസ്കാര രൂപം, ആശയരൂപം നിലനിൽക്കുന്നുണ്ട് എന്നും കാണാൻ വേണ്ടി പറ്റും. ഇത്തരത്തിലുള്ള ഒരു ബന്ധം അവ തമ്മിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റണം. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിനെ നാം വിശകലനം ചെയ്യുമ്പോൾ പഴയ കാലത്തു നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു രീതി നമ്മുടെ ഇന്നത്തെ കാലത്തുണ്ട് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് നമ്മൾ നവ കൊളോണിയൽ കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായ ഒന്നായാണ് നവ കൊളോണിയലിസത്തിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്താണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്? ഉദാഹരണമായി ഫ്യൂഡൽ കാലഘട്ടത്തിനകത്തുണ്ടായിരുന്ന സവിശേഷത എന്ന് പറഞ്ഞാൽ ആരാണ് ചൂഷണം ചെയ്യുന്നത് എന്നും എങ്ങനെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത് എന്നുമുള്ളത് വളരെ വ്യക്തമായ മൂർത്തമായ ഒരു രൂപമായി നമ്മുടെ മുമ്പിൽ അത് നിലനിൽക്കുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതേ സമയത്ത് ഫ്യൂഡലിസത്തിനെ തകർത്ത് മുതലാളിത്ത രൂപങ്ങൾ കടന്നു വരുമ്പോൾ ആ മുതലാളിത്തത്തിൻ്റെ ചൂഷണങ്ങളെ അതേപോലെ കാണാൻ വേണ്ടി പറ്റില്ല, നമ്മളത് മനസ്സിലാക്കിയെടുക്കേണ്ട രീതിക്ക് കൊണ്ടുവരുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടി പറ്റും. കൊളോണിയലിസവും നവ കൊളോണിയലിസവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസവും ഇത് തന്നെയാണ്. കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ചൂഷണം എങ്ങനെ നടക്കുന്നു എന്ന് വളരെ വ്യക്തമായി കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന് കരുതുക. ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുന്ന കാലത്ത് കൊളോണിയലിസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ്. കാരണം ഇന്ത്യയിലെ എല്ലാ ഭരണമേഖലകളും അവരുടെ കയ്യിലാണ്, എല്ലാത്തിനും മുകളിൽ അവർക്ക് ആധിപത്യമുണ്ട്. എന്നാൽ നവ കൊളോണിയൽ കാലഘട്ടം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്നു, പകരം ഇന്ത്യക്കാർ തന്നെ ഇന്ത്യ ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഇന്ത്യക്കാർ തന്നെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കൊളോണിസത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യക്കാർ തന്നെയല്ലേ ഭരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഇതിനൊരു കൊളോണിയൽ കാലഘട്ടം എന്ന് പറയുക എന്നുള്ളതാണ്. അതാണ് കൊളോണിയൽ കാലഘട്ടം എന്ന് പറയുന്നതും നവ കൊളോണിയൽ കാലഘട്ടം എന്ന് പറയുന്നതും തമ്മിലുള്ള ഈ വ്യത്യാസത്തെ നാം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. മുതലാളിത്തമായാലും കൊളോണിയലിസമായാലും നവ കൊളോണിയലിസമായാലും അവയെല്ലാം തന്നെ മുതലാളിത്തത്തിൻ്റെ വിഭിന്നമായ രൂപങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാർക്സ് എഴുതുമ്പോൾ മുതലാളിത്തത്തിൻ്റെ ശക്തിയെയും ദൗർബല്യങ്ങളെയും അദ്ദേഹം വിശകലനം ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ
മുതലാളിത്വത്തിന് ഈ നിലനിൽക്കുന്ന രീതിയിൽ അധികം നിലനിന്ന് പോകാൻ വേണ്ടി പറ്റില്ല എന്നും അതിന് മറ്റിടങ്ങളിൽ കൂടുകെട്ടി മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് മുതലാളിത്വത്തിൻ്റെ സാമ്രാജ്യത്വമായി വികസിക്കുന്ന മൂലധനത്തിന് അത്തരത്തിൽ വികസിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ എന്ന കാര്യം മാർക്സ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മൂലധനത്തിലേക്ക് മാർക്സ് എത്തുമ്പോൾ കൊളോണിയൽ ചൂഷണത്തെ സംബന്ധിച്ച് മാർക്സ് പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്ത് ഏറ്റവും നല്ല രീതിയിൽ കൊളോണിസ്റ്റുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കോളനി സ്ഥാപിക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മേഖലയായി അദ്ദേഹം പറയുന്നത് ഇന്ത്യയെയും ആഫ്രിക്കയെയും കുറിച്ചുകൊണ്ടാണ്. കാരണം അവിടെ നിങ്ങൾക്ക് അധ്വാനം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ വിലക്ക് കിട്ടുകയും അങ്ങനെ അസംസ്കൃത വസ്തുക്കളുടെ ഒരു വലിയ ശൃംഖല നിങ്ങൾക്ക് അവിടെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് കൊണ്ടാണ് എല്ലാ കൊളോണിയലിസ്റ്റുകളും ആഫ്രിക്കയെയും ഇന്ത്യയെയും തേടി വരുന്നത് എന്ന കാര്യം അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ലെനിനിലേക്ക് വരുമ്പോൾ അദ്ദേഹം മുതലാളിത്തം സാമ്രാജ്യത്വമായി മാറുന്ന പ്രക്രിയയെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ നേരത്തെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വിശദീകരിച്ച മുതലാളിത്തം സാമ്രാജ്യത്വമായി മാറുന്ന പ്രക്രിയ സാമ്രാജ്യത്വമായി മാറിയതിനു ശേഷമുള്ള കാഴ്ചകളെ വെച്ചുകൊണ്ട് ലെനിൻ വിശകലനം ചെയ്യുന്നുണ്ട് സാമ്രാജ്യത്വം മുതലാളിത്വത്തിൻ്റെ ഉയർന്ന ഘട്ടം എന്നാണ്. അദ്ദേഹം അവിടെ വിശകലനം ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ സാമ്രാജ്യത്വം എന്ന് പറയുന്നത് കോളനികൾ കൈവശപ്പെടുത്തി മാത്രമേ മുതലാളിത്ത രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ. അങ്ങനെ വരുമ്പോൾ ആ കോളനികൾ കീഴ്പ്പെടുത്താൻ വേണ്ടി ഈ മുതലാളിത്ത രാജ്യങ്ങൾ അവ സാമ്രാജ്യത്വമായി വളരുമ്പോൾ തന്നെ ഈ കോളനികൾ കീഴടക്കാൻ വേണ്ടിയുള്ള ഏറ്റുമുട്ടലുകൾ നടക്കും. അത്തരത്തിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് ലെനിൻ സാമ്രാജ്യത്വത്തിനെ കുറിച്ച് നമ്മളോട് വിശദീകരിച്ച് വന്നിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ കാലഘട്ടത്തിലാണ് കോളനികൾക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങളുടെ കാലമായിരുന്നു എന്ന് നമുക്കറിയാം. ആ കാലഘട്ടത്തിനെ വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം വരുന്ന കാലം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വരുന്ന കാലം എന്ന് പറയുന്നത് മൂന്നാം ലോക രാജ്യങ്ങളുടെ വിമോചനത്തിൻ്റെ ഒരു കാലമായിരുന്നു. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വതന്ത്ര പദവിയിലേക്ക് വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് എന്ന് കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം കൊളോണിയലിസത്തിൻ്റെ നേരിട്ടുള്ള ഭരണങ്ങൾ അവസാനിപ്പിച്ച് അവരെ ഈ രാജ്യം വിട്ടുപോയപ്പോഴും ഈ രാജ്യങ്ങളെ തങ്ങളുടെ കാൽക്കീഴിൽ അവർ അന്ന് നിർത്തിവെച്ചത് അല്ലെങ്കിൽ അവരെ തങ്ങളുടെ കൈവശം വരുത്തിയതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ അസംസ്കൃത വസ്തുക്കൾ ഇവിടെ നിന്ന് പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയും അവ ഉൽപ്പന്നങ്ങളാക്കി തിരിച്ചു വിൽക്കുകയും അതിലൂടെ ലാഭം കൊയ്ത് തങ്ങളുടെ സമ്പദ്ഘടന നിലനിർത്തി പോവുക എന്നതാണ്. നമ്മളിപ്പോൾ യൂറോപ്പിൻ്റെ സമ്പത്തിനെ കുറിച്ചും യൂറോപ്പിനെ ഒരു സ്വപ്നാത്മക ലോകമായും കാണുമ്പോൾ നാം ഓർക്കേണ്ടത് യൂറോപ്പിൻ്റെ സമ്പദ് വ്യവസ്ഥ നിൽക്കുന്നത് അതിൻ്റെ സർവ്വ സൗഭാഗ്യങ്ങളും നിലനിൽക്കുന്നത് ഇന്ത്യ പോലെയുള്ള മൂന്നാം ലോക രാജ്യങ്ങളുടെ ചൂഷണം ചെയ്ത് നേടിയെടുത്ത കരുത്തിൻ്റെ മുകളിലാണ് എന്ന കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്തരം നേരിട്ടുള്ള കൊളോണിയൽ സമ്പ്രദായങ്ങൾ അവസാനിക്കുകയും അതിനുശേഷം ഈ രാജ്യങ്ങൾക്കകത്ത് നേരിട്ടുള്ള ഭരണത്തിന് പകരം ആ രാജ്യത്തിനകത്ത് അവിടുത്തെ ഭരണകൂട സംവിധാനത്തെ തങ്ങൾക്ക് വേണ്ട രീതിയിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഇടപെടലുകൾ രൂപപ്പെടുത്തിയെടുക്കുന്നു. അങ്ങനെയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ തലത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ അവർ രൂപപ്പെടുത്തിയെടുക്കുകയും അതോടൊപ്പം തന്നെ തങ്ങളുടേതായ സാംസ്കാരിക രൂപങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടക്കുന്നത് എന്ന് കാണാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള നവകോളനിയൽ കാലഘട്ടത്തിൻ്റെ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1990-കളിൽ ലോകത്തൊരു വലിയ മാറ്റം ഉണ്ടാകും. ആ ലോകത്തുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ തകർച്ച, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ തകർച്ച. ഈ തകർച്ചയുണ്ടായതോടുകൂടി നേരത്തെ ലോകത്ത് എമ്പാടും കൊളോണിയൽ വ്യവസ്ഥയ്ക്കെതിരായി ചെറുത്തു നിന്ന ഒരു സംവിധാനം തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ തകർക്കപ്പെട്ടതോടുകൂടി നവകൊളോണിയലിസം എന്ന് പറയുന്നത് പുതിയ രൂപത്തിലും ഭാവത്തിലേക്കും മുന്നോട്ട് വരുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നു. അങ്ങനെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി ഇത്തരത്തിലുള്ള മാനങ്ങളിലേക്ക് അവർ കടക്കുകയും ഏകലോകക്രമം രൂപീകരിക്കപ്പെടുകയും ചെയ്തതോടുകൂടി നവകൊളോണിയലിസം എന്ന് പറയുന്നത് ലോകത്തെമ്പാടും സാമ്പത്തികമായും സാംസ്കാരികമായും കീഴടക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ശക്തിയായി വികസിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ആ ലോകത്ത് ഇവർക്കെതിരായി പ്രതിരോധങ്ങൾ ഉയർത്തി മുന്നോട്ട് വരുന്നതാരാണ്? നവകൊളോണിയലിസം മുന്നോട്ട് വെക്കുന്ന മുതലാളിത്വത്തിൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ ആ രൂപങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കുന്നതാരാണ്? ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ നവകൊളോണിയലിസം നിലനിൽക്കുന്നത് രണ്ടടിസ്ഥാനത്തിലാണ്. ഒന്ന് മൂലധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നു,
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മൂലധനത്തെ സംരക്ഷിക്കുന്നതിനുതകുന്ന സാംസ്കാരിക ആശയധാരകളും ഇതോടൊപ്പം ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള നിലപാടും സ്വീകരിക്കുന്നു. ഈ മൂലധനത്തിനെ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെമ്പാടും കോളനികൾ സ്ഥാപിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഈ സാമ്രാജ്യത്വ നയങ്ങളെ പ്രതിരോധിച്ചു നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്, അതിന് വ്യക്തമായ നിലപാടെടുത്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നത് മാർക്സിസമാണ് എന്ന് കാണാം. നവകൊളോണിയസം എന്ന് പറയുന്നത് ഒരു ചൂഷണത്തിന്റെ മുതലാളിത്വത്തിന്റെ ഉയർന്ന രൂപമാണ് എന്ന് തിരിച്ചറിയുകയും ഈ മുതലാളിത്വത്തിന്റെ സ്വാഭാവികമായ വളർച്ചയിലേക്കാണ് ഇത് എത്തി നിൽക്കുന്നത് എന്നും ഇതിന്റെ ചൂഷണ രൂപങ്ങൾ ഇന്നതാണ് എന്നുമുള്ള വളരെ മുക്തമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് മാർക്സിസ്റ്റ് ആശയങ്ങളാണ്, ചിന്താഗതികളാണ്. അതായത് മുതലാളിത്വത്തിന് ബദൽ സോഴ്സമാണ് എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് മുതലാളിത്വത്തിന് ബദലുമായി മുന്നോട്ട് പോകുന്ന തത്വശാസ്ത്രമാണ്, ആശയമാണ് മാർക്സിസം എന്ന് മാത്രമല്ല അതിന് ബദലായിട്ടുള്ള ഒരു പ്രായോഗിക പദ്ധതിയും മുന്നോട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് കൊളോണിയലിസത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ആശയരൂപം എന്ന് പറയുന്നത് മാർക്സിസമാണ് എന്നവർ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് മാർക്സിസത്തിന് പകരം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആശയ സംവിധാനങ്ങൾ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് കൊളോണിയലിസത്തിന്റെ ആവശ്യമായി ആശയ അടിത്തറയായി രൂപപ്പെട്ടു വരുന്നു എന്നും കാണാൻ വേണ്ടി സാധിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ മാർക്സിസത്തിനെതിരായി അവരുപയോഗിക്കപ്പെടുന്ന ഏറ്റവും വലിയ ആശയ സംഹിതകൾ എന്ന് പറയുന്നത് ഉത്തരാധുനികതയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന സ്വത്ത് രാഷ്ട്രീയമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഉത്തരാധുനികതയും അതുപോലെ സ്വത്ത് രാഷ്ട്രീയവും മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിനും മാർക്സിസത്തിന്റെ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ഒന്ന്, പ്രധാനമായി മാർക്സിസം എന്ന് പറയുന്നത് മുതലാളിത്വത്തിന്റെ ചൂഷണം എന്ന് പറയുന്നത് ഇന്നത്തെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്, ഇന്നത്തെ രീതികൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്, അത് മാറണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാവേണ്ടത് ഉണ്ട് എന്ന ഒരു മൂർത്തമായ സംവിധാനമായി വസ്തുനിഷ്ഠമായി മുതലാളിത്വത്തിന്റെ ചൂഷണത്തെ കാണുന്നു എന്നതാണ് മാർക്സിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എന്നാൽ മുതലാളിത്വത്തിനെ വിമർശിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഉത്തരാധുനികവാദികളുടെയും സ്വത്ത് രാഷ്ട്രീയവാദത്തിന്റെയും നിലപാട് എന്ന് പറയുന്നത് അത് അവരവരുടെ ബോധത്തിന്റെ പ്രശ്നമായി മാത്രം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ചൂഷണത്തെ വ്യവസ്ഥയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുതലാളിത്വത്തിന്റെ രീതികളുമായി ബന്ധപ്പെടുത്തിക്കൊടുത്ത് അതിൻ്റെ വികാസ രൂപമായിട്ടുള്ള കൊളോണിസത്തിൻ്റെയും നവകൊളോണിസത്തിൻ്റെയും രൂപമായി കണ്ടുകൊണ്ട് ചൂഷണത്തെ വസ്തുനിഷ്ഠമായി മാർക്സിസം മുന്നോട്ട് വെക്കുമ്പോൾ അങ്ങനെ വസ്തുനിഷ്ഠമായ ചൂഷണത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതാണ് ഉത്തരാധുനിക സിദ്ധാന്തക്കാരുടെയും അതിൽ നിന്ന് ഉയർന്നു വരുന്ന സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെയും സവിശേഷത എന്ന് നാം തിരിച്ചറിയണം. എങ്ങനെയാണ് ആധുനികമായ ലോകത്തിനെ നമ്മൾ കാണേണ്ടത് എന്ന പ്രശ്നം, ആധുനികമായ സംസ്കാരത്തിൻ്റെ രൂപങ്ങളെ നമ്മൾ കാണേണ്ടത് എന്ന പ്രശ്നം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. മാർക്സിസം എങ്ങനെയാണ് സംസ്കാരത്തിനെ കണ്ടിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ സാഹിത്യത്തെയും സംസ്കാരത്തെയും കലയെയും എല്ലാം കണ്ടിട്ടുള്ളത് ചരിത്രപരമായ ഒരു വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. ഫ്യൂഡൽ കാലഘട്ടം എന്ന് പറയുന്നത് അത് ആത്മീയമായിട്ട് പൊതുവിൽ മനുഷ്യരെ കാണുന്ന സങ്കല്പമാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ മുതലാളിത്ത കാലം ആകുമ്പോൾ അതിനെ വൈയക്തികവും വ്യക്തിപരവുമായിട്ടുള്ള കാഴ്ചകളിലേക്ക് നമ്മുടെ സമൂഹത്തിനെ നയിക്കുന്നു. സാഹിത്യത്തെയും സംസ്കാരവുമെല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും വൈയക്തികതയുടെയും ഒരു ലോകത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും. എന്നാൽ മാർക്സിസം അതിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അവളുടെ ചിന്തകൾ എല്ലാം രൂപപ്പെട്ടു വരുന്നത് ആ സമൂഹത്തിൻ്റെ രീതികളിൽ നിന്നാണ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നു. ആ സമൂഹത്തിൻ്റെ രീതികൾ എങ്ങനെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാമെന്നും അങ്ങനെ അറിയാവുന്നത് കൊണ്ട് തന്നെ ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അവ തിരുത്തിയെടുത്ത് നമുക്ക് സമത്വപരമായിട്ടുള്ള ഒരു ലോകത്തേക്ക് നമുക്ക് പോകാം എന്നുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നു. സാഹിത്യ മണ്ഡലത്തിനകത്ത് വരുമ്പോൾ, സംസ്കാരത്തിൻ്റെ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഏതൊരാളും അവരുടെ നോവൽ എഴുതിയാലും കൊള്ളാം, കവിത എഴുതിയാലും കൊള്ളാം, അതുപോലെ ഏത് രീതിയിലുള്ള സംസ്കാര രൂപങ്ങളിലും ഇടപെട്ടാലും കൊള്ളാം, ആ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ കാഴ്ചകൾ ഇവരെ സ്വാധീനിക്കുന്നു എന്നവർ മുന്നോട്ട് വെക്കുന്നു. അതുകൊണ്ട് ഏത് സാഹിത്യകൃതി പരിശോധിച്ചാലും, ഏത് സാംസ്കാരിക രൂപങ്ങൾ പരിശോധിച്ചാലും,
രാഷ്ട്രീയത്തിൽ നിന്ന് അന്യമായി നിൽക്കുന്ന ഒന്ന് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടില്ല എന്നും മാർക്സിസത്തിൻ്റെ ആശയങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അത്തരം ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ നമ്മുടെ ഉത്തരാധുനിക സിദ്ധാന്തത്തിൻ്റെ സവിശേഷത എന്താണ്? അവർ പറയുന്നത് ലോകത്തിൻ്റെ എല്ലാ സമഗ്രതയുമായിട്ടുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് അപ്രസക്തമായി തീർന്നിരിക്കുന്നു. ഇന്ന് ലോകം എന്ന് പറയുന്നത് ചെറിയ ചെറിയ രൂപങ്ങളിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലേക്കാണ് നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത് എന്ന് പറയുന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നു. അതുകൊണ്ട് നമ്മൾ സമഗ്രമായി നിൽക്കുന്ന ആശയങ്ങളെ, സമഗ്രമായി നിൽക്കുന്ന പ്രതിരോധ രൂപങ്ങളെല്ലാം ഒരുതരം ആധിപത്യത്തിൻ്റെ പ്രതിരോധ രൂപമാണെന്നും അതുകൊണ്ട് സമഗ്രമായ പ്രതിരോധങ്ങളിൽ നിന്ന് പിന്മാറുക എന്നുള്ളത് പ്രധാനമാണെന്നും സമഗ്രമായിട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത് ആധിപത്യത്തിൻ്റെ ആശയങ്ങളാണ് എന്നും അവർ മുന്നോട്ട് വെക്കുന്നു. മാർക്സിസം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെ സമഗ്രതയിൽ കാണുന്ന ആശയമാണ് എന്നതുകൊണ്ട് തന്നെ ആ ആശയം എന്ന് പറയുന്നത് ഒരു ആധിപത്യത്തിൻ്റെ രൂപമാണെന്നും ഫാസിസ്റ്റ് രൂപമാണ് എന്നും അവർ മുന്നോട്ട് വെക്കുന്നു. പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ സമഗ്രതയ്ക്ക് പകരം കൊച്ചു കൊച്ചു രൂപങ്ങളിലേക്ക് കടന്നു വരികയാണ് ചെയ്യേണ്ടത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക, യുവാക്കളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക, ദളിതരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക. ഇവർക്കെല്ലാമുള്ള മറ്റൊരു സവിശേഷത എന്നവർ പറയുന്നത് ഒരു സ്ത്രീയുടെ പ്രശ്നം സ്ത്രീ അല്ലാത്ത ഒരാൾക്ക് മനസ്സിലാവില്ല, ദളിതന്റെ പ്രശ്നം ദളിതല്ലാത്ത ആളുകൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ ജനാധിപത്യപരമായി കൂട്ടായി നിന്നുകൊണ്ട് നാം മറികടക്കേണ്ട ജനാധിപത്യപരമായ മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുത്തുകയും പകരം ഈ നാടിൻ്റെ ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മനുഷ്യ സമൂഹത്തെ മാറ്റുകയും അവ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിക്കുകയും ചെയ്യുക എന്ന ആശയം ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാം. ഇങ്ങനെ ചെറിയ ചെറിയ രൂപങ്ങളിലൂടെയാണ് നാം ജനാധിപത്യത്തിൻ്റെതായ രീതികൾ വികസിപ്പിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആ നിലനിൽക്കുന്ന മുതലാളിത്ത വ്യവസ്ഥ, ആ വ്യവസ്ഥയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അതാണ് തകർക്കപ്പെടേണ്ടത് എന്നുമുള്ള ആശയം ഇവർ മുന്നോട്ട് വെക്കുന്നില്ല. അങ്ങനെ മുതലാളിത്വത്തിൻ്റെ സാമ്പത്തിക രൂപങ്ങൾക്കെതിരായി, മൂലധന രൂപങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്ന ആശയം ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് കാണാം. ഇങ്ങനെ സമഗ്രതയെല്ലാം ആധിപത്യത്തിൻ്റെതാണ് എന്ന് പറയുന്ന ഇതേ ആളുകൾ ലോകം മുഴുവനും ആധിപത്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വത്തെ സംബന്ധിച്ച് അക്ഷരമുണ്ടെന്നില്ല. ലോകം മുഴുവൻ സമഗ്രമായി വികസിച്ചു കൊണ്ടിരിക്കുന്ന മൂലധനത്തിൻ്റെ ആധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ നിശബ്ദരായി നിൽക്കുകയാണോ? അങ്ങനെ ഫലത്തിൽ മുതലാളിത്വത്തിന് പ്രതിരോധമുയർത്തുന്ന സമഗ്രമായ എല്ലാ പ്രതിരോധ പ്രസ്ഥാനങ്ങളെയും, മാർക്സിസം ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങളെയും ശിഥിലീകരിക്കുകയും അതുവഴി മുതലാളിത്വത്തിന് നിലനിന്നു പോവാനുള്ള ആശയ അടിത്തറ ഒരുക്കുന്ന ഒന്നായി ഉത്തരാധുനികത മാറുന്നു എന്ന് കാണാം. ഇങ്ങനെ കൊച്ചു കൊച്ചു രൂപങ്ങളിൽ നിന്നുകൊണ്ടാണ്, പ്രത്യേക വിഭാഗങ്ങളിലായി നിന്നുകൊണ്ടാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് എന്നും ആ വിഭാഗത്തിൻ്റെ പ്രശ്നം മറ്റൊരാൾക്ക് മനസ്സിലാവില്ല എന്ന് തിരിച്ചറിയപ്പെടുന്നതോടുകൂടി അത് പ്രായോഗിക രൂപത്തിൽ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അതാണ് വർഗീയതക്കും ജാതീയതക്കും അതിൻ്റെ രാഷ്ട്രീയത്തിനും അടിസ്ഥാനം രൂപപ്പെടുത്തിയെടുക്കുന്ന സിദ്ധാന്തമായി ഉത്തരാധുനികത മാറുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ കൊച്ചു കൊച്ചു രൂപങ്ങളിലായി മാറുക, ഒരാളുടെ പ്രശ്നങ്ങൾ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല എന്ന രീതിയിലേക്ക് വരുമ്പോൾ വർഗീയമായിട്ടുള്ള സംഘാടനം എന്ന് പറയുന്നത്, മതപരമായിട്ടുള്ള സംഘാടനം എന്ന് പറയുന്നത് ശരിയാണ് എന്നിടത്തേക്ക് അവർ മുന്നോട്ട് വെക്കുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ പ്രശ്നം ക്രിസ്ത്യാനിക്ക് മാത്രമേ മനസ്സിലാകൂ, ഒരു മുസ്ലിമിൻ്റെ പ്രശ്നം അവർക്ക് മാത്രമേ മനസ്സിലാകൂ, ഇങ്ങനെ ഹിന്ദുവിൻ്റെ പ്രശ്നം ഹിന്ദുവിന് മാത്രമേ മനസ്സിലാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫലത്തിൽ ഈ നാട്ടിലെ വർഗീയ രാഷ്ട്രീയത്തിന് അടിത്തറ ഒരുക്കുകയാണ് സ്വത്വ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ മനുഷ്യരെയാകെ വിവിധ സ്വത്വങ്ങളാക്കി മാറ്റുകയും ആ സ്വത്വങ്ങളെ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുകയും അങ്ങനെ സമൂഹത്തിൽ വർഗീയവും വംശീയവുമായ ഏറ്റുമുട്ടലുകൾക്ക് അടിത്തറ ഒരുക്കുകയും ചെയ്യുന്ന സിദ്ധാന്തമായി ഉത്തരാധുനികതയും അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന സ്വത്വ രാഷ്ട്രീയവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഇതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള സാംസ്കാരിക ചിന്തകളാണ് നമ്മുടെ നാട്ടിനകത്ത് ജാതീയവും വർഗീയവുമായ മുന്നേറ്റത്തിന് ആശയ അടിത്തറ ഒരുക്കുന്നത് എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ നോക്കിയാൽ, അനിൽ സർവകലാശാലയിലെ അധ്യാപകനാണ്, ഇന്ന് നമ്മൾ നോക്കിയാൽ ഇന്ന് ഗവേഷണ മേഖലകളിലെല്ലാം ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്താനും
ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താനും വേണ്ടിയുള്ള സഹായങ്ങളാണ് ലോകത്ത് എമ്പാടും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണണം. അതുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ പുതിയ തലമുറക്കകത്ത് ഇത്തരമൊരു ബോധത്തിനെയാണ് കുത്തിവെച്ച് കയറ്റിവെച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഉത്തരാധുനിക സിദ്ധാന്തവും സ്വത്ത് രാഷ്ട്രീയവുമാണ് നമ്മുടെ നാട്ടിനകത്തുള്ള വർഗീയ രാഷ്ട്രീയത്തിൻ്റെയും ജാതി രാഷ്ട്രീയത്തിൻ്റെയും അടിത്തറയായി നിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. ഇതിനു പകരം ഈ എല്ലാ പ്രശ്നങ്ങളും ജനാധിപത്യപരമായി പരിഹരിക്കേണ്ട പ്രശ്നമാണ് എന്നും ആ ജനാധിപത്യപരമായ രീതിയിൽ നമ്മൾ യോജിച്ചു നിന്നുകൊണ്ട് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ് എന്ന രീതിയിലേക്ക് ജനാധിപത്യപരമായ രൂപങ്ങളെ, ഇടപെടലുകളെ നാം വളർത്തിയെടുക്കണം. അങ്ങനെ വരുമ്പോൾ ആ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ട കടമ എന്താണ്? ആ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ട കടമ എന്ന് പറയുന്നത് സമൂഹത്തിനകത്ത് നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഓരോ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സ്ത്രീകളുടെ പ്രശ്നം ജനാധിപത്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാവണം, ദളിതരുടെ പ്രശ്നം അതിൻ്റെ ഭാഗമായി മാറണം. ഇങ്ങനെ സമൂഹത്തിലെ വ്യത്യസ്തമായ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് നാലുകെട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ആരാണ് ഉണ്ടാക്കിയത്? ആരാണ് ആ ശില്പരൂപം രൂപപ്പെടുത്തിയത്? അത് രൂപപ്പെടുത്തുന്നതിന് പേരുള്ള അധ്വാനം ആരാണ് നടത്തിയത്? അവയെല്ലാം നടത്തിയത് കേരളത്തിലെ തച്ചുശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനവിഭാഗങ്ങളാണ്. അതുപോലെ തന്നെ കായികാധ്വാനവുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്ന് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ അന്നത്തെ കാലത്ത് അത്തരം രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ആധിപത്യം ഉപയോഗിച്ച് ഫ്യൂഡൽ ശക്തികൾ അവരുടെ കൈവശം അത് പെടുത്തിയിരുന്നു എന്ന് ശരിയാണ്. സമ്പത്ത് കൈവശമുള്ളത് കൊണ്ട് അത് തങ്ങളേതാക്കി മാറ്റിയിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ ആ കലാരൂപവും അത് ശില്പസൗന്ദര്യവും അത് രൂപപ്പെടുത്തുന്നതുമെല്ലാം ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ അധ്വാനമാണ് എന്ന പാഠത്തിലേക്ക് നാം വരേണ്ടതില്ലേ എന്ന ചോദ്യമുണ്ട്. താജ്മഹൽ നിർമ്മിച്ചത് ഷാജഹാനാണ് താജ്മഹൽ നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ആ താജ്മഹൽ എന്ന് പറഞ്ഞാൽ ഈ അധ്വാനത്തിൻ്റെയും ആ അന്ന് പേർഷ്യയിൽ ഉയർന്നു വന്ന ശില്പസൗന്ദര്യത്തിൻ്റെയും ശില്പികളുടെയും സ്വത്താണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇത്തരം നാട്ടിലുള്ള ഇത്തരം രൂപങ്ങളെ നാം എങ്ങനെ വായിച്ചെടുക്കേണ്ടതുണ്ട്? ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനായി വിട്ടുകൊടുക്കപ്പെടുകയാണോ വേണ്ടത്? മറിച്ച് ഈ നാട്ടിൽ അധ്വാനിക്കുന്ന മനുഷ്യൻ രൂപപ്പെടുത്തിയെടുത്ത സൗന്ദര്യ രൂപം അവൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊടുക്കുകയാണോ വേണ്ടത്? ഇത്തരത്തിലുള്ള നമ്മുടെ സംസ്കാര രൂപങ്ങളിൽ ഇത്തരത്തിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വായനകളെ അധ്വാനത്തിൻ്റെയും അതുപോലെ തന്നെ അധ്വാനത്തിൽ നിൽക്കുന്ന ജനതയുടെയും സൗന്ദര്യബോധവുമായി കണ്ണു ചേർത്തുകൊണ്ട് വായിക്കപ്പെടേണ്ടതല്ലേ എന്നുള്ള പ്രശ്നം കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ആധിപത്യ രൂപങ്ങൾ, ആധിപത്യം സ്ഥാപിക്കുന്ന നവകൊളോണിയലിസം അവൻ്റെതായ സംസ്കാരത്തെ നമ്മുടെ ഇടയിലേക്ക് കടത്തിവിടുകയാണ്. അതിന് ആശയടിത്തറയായി നിൽക്കുന്ന ഉത്തരാധുനികത, അതിൻ്റെ ഭാഗമായ സ്വത്വരാഷ്ട്രീയം, ഈ രൂപങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് പറഞ്ഞൊരു കാര്യം പ്രസക്തമാണ്. ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥത്തിൽ ഈ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ എല്ലാം എതിരായി വലിയ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും എല്ലാം ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ആ പ്രക്ഷോഭത്തിന്റെ തൂക്കത്തിനനുസരിച്ച് ജനങ്ങളെ എന്തുകൊണ്ടാണ് സംഘപരിവാറിനെതിരെ അണിനിരത്താൻ കഴിയാതെ പോകുന്നത്? അതിശക്തമായ കർഷകരുടെ, തൊഴിലാളികളുടെ, വിദ്യാർത്ഥികളുടെ, വനിതകളുടെ, ഗോത്രവർഗക്കാരുടെ എല്ലാം പ്രക്ഷോഭം നടന്ന മണ്ണാണിത്. തീർച്ചയായും ആ പ്രക്ഷോഭങ്ങൾ തന്നെയാണ് അവർക്ക് ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം ഒഴിവാക്കിയെടുത്തത് എന്ന് വസ്തുത തന്നെയാണ്. പക്ഷേ ആ സമരത്തിന്റെ തൂക്കത്തിനനുസരിച്ച് എന്തുകൊണ്ട് മാറ്റമുണ്ടാവുന്നില്ല? അതിന് കാരണം ഇതിനെയെല്ലാം മറികടക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഹിന്ദുത്വ ബോധം അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്നു എന്നതാണ്. ഈ കേരളീയ സമൂഹത്തിനകത്ത് ആ ഹിന്ദുത്വ ബോധത്തെ അത്തരത്തിൽ വികസിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ഉത്തരാധുനികതയുടെയും സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെയും രൂപങ്ങൾ ഇടതുപക്ഷം എന്ന രീതിയിൽ മാരീജന്റെ വേഷം ധരിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും സഞ്ചരിക്കുന്നുണ്ട് എന്നുകൂടി തിരിച്ചറിയേണ്ടതുണ്ട്. ആ ആശയമാണ് നമ്മുടെ നാട്ടിനകത്ത് വർഗീയതക്കും ജാതീയതക്കുമെല്ലാം സൈദ്ധാന്തിക അടിത്തറ ഒരുക്കുന്നത് എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തിനകത്ത് കടന്നുകൂടിയിട്ടുള്ള ഇത്തരം പ്രതിലോമതക്കെതിരായിട്ട് നാം ചെറുത്തു നിൽക്കുക എന്നത് പ്രധാനമാണ്. മൂലധനം സംസ്കാരത്തിന് കാണുന്ന രീതി എന്താണ്? ഇപ്പം നവകോളോണിസ്റ്റ് ശക്തികൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മൂലധനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാഭമുണ്ടാവുന്നതെന്തോ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അതിൻ്റെ രീതി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മൂലധനം എഴുതുമ്പോൾ ടെർണിങ്ങിൻ്റെ ഒരു കൊട്ടേഷൻ മാർക്സ് ഉദ്ധരിക്കുന്നത് സഹാക്കളെല്ലാം കേട്ടിരിക്കും, അല്ലെങ്കിൽ എല്ലാവരും കേട്ടിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ലാഭം 300% മാറിയാൽ
അവൻ്റെ ഉടമയെ തന്നെ തകർക്കാനുള്ള രീതിയിലേക്ക് മുതലാളിത്തം വളരുമെന്നുള്ളതാണ്. മുതലാളിത്തത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാഭമാണ്, സമ്പത്താണ്, മൂലധനത്തിൻ്റെ വികാസമാണ് അടിസ്ഥാനം. അതിന് സഹായകരമായതെന്തോ അതിനോട് പ്രോത്സാഹിപ്പിക്കും. ഇപ്പം ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ എന്തുകൊണ്ടാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അവർ പ്രോത്സാഹിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് തെറ്റായ പഴയ സമ്പ്രദായങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കുന്നത്? കോർപ്പറേറ്റ് വൽക്കരണം, അവർക്ക് ആവശ്യമായിട്ടുള്ള നയങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളെല്ലാം പ്രതിരോധിക്കുമെന്നത് ഉറപ്പാണ്. അങ്ങനെ ജനങ്ങളെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി വന്നാൽ സ്വാഭാവികമായും ഇവരുടെ ചൂഷണ സംവിധാനങ്ങളെ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ജനങ്ങളെ തമ്മിലടിപ്പിക്കണമെങ്കിൽ എന്താണ് ഏറ്റവും നല്ലത്? ഏറ്റവും നല്ല വഴി, ഇന്ത്യയുടെ സമൂഹത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഫ്യൂഡൽ അടിത്തറ ഇന്ത്യൻ സമൂഹത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബോധങ്ങളെ, ഫ്യൂഡൽ ബോധങ്ങളും ആശയങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വളർന്നു വരാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് PG തൻ്റെ മഹാഭാരതത്തിനെ കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ മഹാഭാരതത്തെയും രാമായണത്തെയും കുറിച്ച് പഠിക്കേണ്ടത് എന്ന് കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ യൂറോപ്പിലേക്ക് കടന്നു ചെന്നാൽ നിങ്ങൾ ഇലിയഡും ഒഡീസിയും എല്ലാം അവിടുത്തെ അടിസ്ഥാനമായി മുന്നോട്ട് വെക്കുന്ന കൃതികളാണ്, ഇതിഹാസങ്ങളാണ്. പക്ഷേ യൂറോപ്പിൽ നിങ്ങൾക്ക് ഒഡീസി വെച്ചോ അതുപോലെ ഇലിയഡ് വെച്ചിട്ടോ ഒരു സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാനോ ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കാനോ സാധ്യമല്ല. എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്ക് രാമായണം വെച്ചും മഹാഭാരതം വെച്ചും ഒരു രാഷ്ട്രീയ മാറ്റത്തിന് ഇടപെടാം. കാരണം യൂറോപ്പ് എന്ന് പറയുന്നത് ഫ്യൂഡലിസത്തിനെ തകർത്ത് മുതലാളിത്തത്തിന് സ്ഥാപിക്കപ്പെട്ട ഒരു മണ്ണാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഫ്യൂഡൽ മൂല്യബോധങ്ങളിൽ നിലനിൽക്കുന്ന ഒന്നാണ്. ആ ബോധങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇവയെ വായിച്ചെടുക്കുകയാണ്. ഇതിനെ വ്യത്യസ്തമായ രീതിയിൽ വായിച്ചെടുക്കാൻ വിശംസിക്കുന്നത് ഞാൻ പോകുന്നില്ല. അങ്ങനെ വായിച്ചെടുത്ത് ഇത്തരത്തിൽ ജനങ്ങളെ തമ്മിൽ ഏറ്റുമുട്ടിക്കുക എന്ന് പറയുന്നതാണ്, അത്തരത്തിലുള്ള രൂപങ്ങളെ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് ഈ കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് സഹായകം എന്നതുകൊണ്ട് അവർ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പിന്തുണക്കുന്നു എന്ന് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് മതത്തിൻ്റെ വരുന്ന നവോത്ഥാന പ്രസ്ഥാനമായാലും മറ്റേത് മേഖലയിൽ വരുന്ന നവോത്ഥാന പ്രസ്ഥാനമായാലും ആ സംവിധാനത്തെ ആധുനികവൽക്കരിക്കാനും ആധുനിക സമൂഹവുമായി ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ആ സംവിധാനത്തെ ആധുനിക സമൂഹവുമായി എങ്ങനെ ബന്ധിപ്പിക്കാം എന്നുള്ളതാണ് നവോത്ഥാന ചിന്തകൾ മുന്നോട്ട് വെച്ചത്. പുതിയ കാലഘട്ടത്തിൽ ഈ നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന സംഘങ്ങൾ, അതിൻ്റെ നേതൃത്വങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവർ ആധുനിക കാലഘട്ടങ്ങളിലേക്കല്ല പോകുന്നത്. പകരം ഏതിനൊക്കെയാണോ നവോത്ഥാനം യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയത്, ഏതൊക്കെ രീതികൾക്കെതിരെയാണ് അവിടെ പടപൊരുതിയത്, ആ രീതികളെ സംശീകരിച്ചുകൊണ്ട് മടങ്ങി വരുന്നു എന്നുള്ളതാണ്. പല മതമായാലും സാരമേകമാണ് എന്ന് പ്രഖ്യാപിച്ചതാണ് ശ്രീനാരായണ ഗുരു. നമുക്കറിയാം, സഹോദരൻ അയ്യപ്പൻ ദൈവവുമില്ല, അതുപോലെ തന്നെ അമ്പലവും വേണ്ട എന്നെല്ലാം പറഞ്ഞു നടക്കുന്നുണ്ട് എന്ന് ശ്രീനാരായണ ഗുരുവോട് പറഞ്ഞപ്പോൾ ഗുരുവിൻ്റെ മറുപടി ഇതായിരുന്നു, സഹോദരൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട് എന്നായിരുന്നു. അപ്പം പ്രവൃത്തിയിലൂടെ മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആശയമായി കൊണ്ട് നടക്കേണ്ടത്. പല സാരമേകമാകുമെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ശ്രീനാരായണ ഗുരു ചെയ്തത്, തൻ്റെ നേതൃത്വത്തിൽ ശിവഗിരിയിൽ സർവ്വമത പാഠശാല ഉണ്ടാക്കാൻ എൻ്റെ അനുയായികളെല്ലാം സംഭാവന നൽകണം എന്ന് പ്രഖ്യാപിച്ചു പോയ ആളാണ് ശ്രീനാരായണ ഗുരു എന്ന കാര്യം കൂടി നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പുതിയ കാലഘട്ടത്തിനകത്ത് സംസ്കാരത്തെ മൂലധനം അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സ്ഥിതിയുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ സംസ്കാരം തന്നെ മൂലധനമായി മാറുന്ന പ്രക്രിയയുണ്ട്. ആധുനിക കാലഘട്ടത്തിനകത്ത് നമ്മുടെ മാധ്യമങ്ങൾക്കകത്ത്, നമ്മുടെ ടെലിവിഷനുകൾക്കകത്ത്, അതുപോലെ തന്നെയുള്ള രൂപങ്ങളിലെല്ലാം ഏറ്റവും വലിയ നിക്ഷേപം നടത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നത്, ലാഭാധിഷ്ഠിതമായ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതും ഈ മുതലാളിത്ത ശക്തികളാണ്, കോർപ്പറേറ്റുകളാണ് എന്ന കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ മൂലധനം എന്ന് പറയുന്നത് ആ മൂലധനത്തിൻ്റെ വികാസത്തിന് വേണ്ടി അവർ സംസ്കാരത്തെ ഉപയോഗപ്പെടുത്തുകയും പുതിയ കാലഘട്ടത്തിൽ സംസ്കാരം തന്നെ ഒരു മൂലധനത്തിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ മുതലാളിത്തം മൂലധനം സ്വരൂപിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഈ ലോകത്ത് സമ്പത്ത് കുന്നുകൂടുന്നത്? ആ സമ്പത്ത് കുന്നുകൂടി ഒരു വിഭാഗം ആകമാനം ദുർബലമായി തീരുന്ന ഒരു കാലം വരുന്നത് എന്തുകൊണ്ടാണ്? അതിന് മറുപടി എന്ന് പറയുന്നത് അതാണ് മാർക്സിസം മുന്നോട്ട് വെക്കുന്ന മറുപടി എന്ന് കാണണം. മുതലാളിത്തത്തിൻ്റെ ബദൽ സോളിസമാണ് എന്ന് കാണണം. അതുകൊണ്ടാണ് മുതലാളിത്ത ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെ തകർത്ത് ഒരു ബദൽ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് മാർക്സിസമാണ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ശക്തികളും മാർക്സിസത്തിനെതിരെ തിരിയുന്നത്. എല്ലാ ശക്തികളും തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിനെതിരാണ്. രണ്ട് ദേശീയ പ്രസ്ഥാനമാണ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമാണ്, അതിനെ തുടർന്ന് വന്ന തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളാണ്, തുടർന്ന് വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്.
നവോത്ഥാന പ്രസ്ഥാനത്തിൽ സഖാവ് EMS ഉണ്ടായിരുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇടതുപക്ഷ KPCCയുടെ നേതാവായി EMS ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ നാട്ടിനകത്തെ എല്ലാ കർഷക തൊഴിലാളി പ്രക്ഷോഭങ്ങൾക്കകത്തും സഖാവ് EMS ഉണ്ടായിരുന്നു. ആ പ്രക്ഷോഭത്തിനോടൊപ്പം തന്നെ സാംസ്കാരിക മേഖലയിലൂടെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഇടപെടലിൻ്റെ പ്രാധാന്യവും മുന്നോട്ട് കൊണ്ടുപോയതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാംസ്കാരിക പ്രവർത്തനത്തിന് കരുത്തും ഊർജവുമായി നിന്നത് സഖാവ് EMS ആയിരുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വികാസത്തിന് അടിത്തറയാക്കി വെച്ചിട്ടുള്ളയാളാണ്. ആ നാടകത്തെക്കുറിച്ച് സംബന്ധിച്ചും EMS എഴുതുന്നുണ്ട്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നാടകത്തിൻ്റെ എല്ലാ സവിശേഷതകളെയും വിശദീകരിച്ച ശേഷം ചില വിമർശനങ്ങൾ പോലും അതിൽ മുന്നോട്ട് വെക്കുന്ന നിലപാട് സഖാവ് EMS മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യം ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിട്ട് വന്നിരുന്നൊരു ഘട്ടമായിരുന്നു അത്. ഇന്ത്യൻ ഭരണഘടന തകർക്കപ്പെടുമെന്നും ഇന്ത്യൻ ഫെഡറലിസം തകർക്കപ്പെടും എന്നുമുള്ള ഒരു വെല്ലുവിളിയായിരുന്നു നമ്മൾ അതിജീവിച്ചത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഇതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കപ്പെടുമെന്നും അതുപോലെ ഫെഡറൽ സംവിധാനത്തെ കൂടി നിലനിർത്താൻ വേണ്ടി പറ്റാവുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ വേണ്ടി പറ്റില്ല. പകരം പ്രാദേശിക കക്ഷികളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ വേണ്ടി പറ്റൂ എന്ന കാര്യത്തിലേക്ക് എത്തി നിൽക്കിയിട്ടുണ്ട്. ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റവും വലുതാണ്. സഖാവ് EMSന്റെ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുന്ന ഈ മണ്ണിൽ നിന്നുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാം പ്രയത്നിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.